ഹായ്, വെൽക്കം ടു ജാൻസി സ്പെഷ്യൽ. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ നമ്മൾ കറി എന്താണെന്ന് അറിയാമോ? ഒരു സ്പെഷ്യൽ കറിയാണ്. ഈ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് ഒരു കറി ഉണ്ടാക്കാൻ പോവുകയാണ്. ഇന്നിപ്പം മഴയൊക്കെയാണ്. അപ്പോൾ വീട്ടിൽ കുറച്ച് ചക്കക്കുരു ഉണ്ട്, ഇത്തിരി ചെമ്മീനുണ്ട്, 2 മുരിങ്ങക്കായ ഉണ്ട്, എല്ലാം വീട്ടിലത്തെ തന്നെയാണ്. പിന്നെ ഒരു മാങ്ങയും. അപ്പോൾ അതൊക്കെ കൊണ്ട് നമുക്കൊരു കറി ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ചെമ്മീൻ കേട്ടോ. ഇത് ഒരു 100 ഗ്രാമിൻ്റെ അടുത്തുണ്ടാവും ഇത്രയും ചെമ്മീൻ. ഇവിടുത്തെ തന്നെ ചെമ്മീനാണ്. പിന്നെ 2 മുരിങ്ങാക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഇവിടുത്തെയാണ്. പിന്നെ ഒരു 1/4 കിലോയിലധികം നമ്മുടെ ചക്കക്കുരു ഉണ്ട്. അപ്പോൾ ഒരു ചക്ക കിട്ടിയായിരുന്നു, അപ്പോൾ അതിൻ്റെ കുരുവാണ് അല്പം എടുത്തതാണ്. ഈ കുരു എന്ന് പറയാനായിട്ട് ഞാൻ ചവര് കളഞ്ഞിട്ടില്ല കേട്ടോ. അത് വലിയ ഗുണമാണെന്ന് പറഞ്ഞുകൊണ്ട് കളഞ്ഞിട്ടില്ല. പിന്നെ നമ്മുടെ പണി എളുപ്പമാണല്ലോ, അതുകൊണ്ട് ചവര് കളഞ്ഞിട്ടില്ല. ആ കുരു നന്നാക്കി വെച്ചിട്ടുണ്ട്, 2ആക്കി കീറി തൊലിയൊക്കെ കളഞ്ഞ് അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മാങ്ങ, മീഡിയം ടൈപ്പ് ഒരു മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ടാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത്. അതിനായി ഞാൻ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയാൻ, ഒരു മീഡിയം ടൈപ്പ് തേങ്ങയുടെ 1 മുറി തേങ്ങ എടുത്തിട്ടില്ല, ഒരു 1/4 ഭാഗം ഞാൻ പീരെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ചെറുജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉള്ളി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം ടൈപ്പ് കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 4-5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കറി വെക്കണമെന്ന് നമുക്കിനി നോക്കാം. നമ്മൾ കറി വെക്കാൻ തുടങ്ങുകയാണ്. ചട്ടി വെച്ചിട്ടുണ്ട്, ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഒപ്പം ഇതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം പച്ചമുളക് ഇട്ട് കൊടുക്കാം, ഇഞ്ചി ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക്. ഇതൊന്ന് തിളക്കട്ടെ. ഇവിടെ ചെമ്മീനും മാങ്ങയും തിളച്ചിട്ടുണ്ട്, നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ചക്കക്കുരു ഇട്ട് കൊടുക്കാം. ഒന്ന് തിളച്ച് റെഡി ആവട്ടെ. അത് കഴിയുമ്പോൾ നമുക്ക് മുരിങ്ങക്കായ ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കറി നോക്കാം. ചക്കക്കുരു തിളച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് മുരിങ്ങാക്കായ കൂടി ഇട്ട് കൊടുക്കാം. മുരിങ്ങാക്കായ ഞാനൊന്ന് 2ആയിട്ട് കീറിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തിളച്ച് എല്ലാം കൂടി ഒന്ന് വേവട്ടെ. ഇപ്പോൾ നമ്മുടെ കറി നമുക്ക് നോക്കാം. വെന്തിട്ടുണ്ടാവും. ഏകദേശം ഒരു 10-15 മിനിറ്റ് അധികമായി. ഞാൻ നോക്കിയിരുന്നു. ചക്കക്കുരു വെന്തിട്ടുണ്ട്, പിന്നെ മുരിങ്ങാക്കായും ഏതാണ്ട് വെന്തിട്ടുണ്ട്. എല്ലാം വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കാം. അരപ്പിൻ്റെ അകത്ത് നമ്മൾ പീരയുടെ കൂടെ ചെറുജീരകം ഇട്ടിട്ടുണ്ട്, വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് ചുവന്നുള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് അരച്ചെടുത്തേക്കണത്. അപ്പോൾ അരപ്പിതാണ്. അരപ്പങ്ങനെ ഇട്ട് കൊടുക്കാം. നമുക്ക് ജാറ് കഴിയതും ഈ പാത്രം കഴിയ വെള്ളമൊക്കെ കൂടി അല്പം ഒഴിച്ച് കൊടുക്കാം. അപ്പം നമ്മൾ അരപ്പ് ഇട്ടു, ആ ജാറ് കഴിയ വെള്ളമൊക്കെ കൂടി ഒഴിച്ച് അരപ്പ് റെഡിയാക്കി. ഇത് കുറുകുറ് ചാറിലാണ് ഇരിക്കേണ്ടത്, അധികം വെള്ളം പോലെ ആയി പോകരുത്. ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് കടുക് വറുത്തിടാം. അപ്പം തിള വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് തീ ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ കടുക് വറുത്തിടാൻ പോകണതാണ് കറിയിലേക്ക്. ചട്ടി വെച്ചിട്ടുണ്ട്, ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്, എണ്ണ കാഞ്ഞിട്ടുണ്ട്. കടുകിടാം.
കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി വാടട്ടെ. ഇപ്പോൾ നമ്മുടെ ഉള്ളി അതിൻ്റെ മുരിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. തീ ഓഫ് ചെയ്യാം. ഒപ്പം ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ഈ വറവ് നമുക്ക് ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നമ്മുടെ മാങ്ങ, ചെമ്മീൻ, മുരിങ്ങാക്ക, ചക്കക്കുരു കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതായിരുന്നു കേട്ടോ. ചക്കക്കുരു, മാങ്ങ, മുരിങ്ങാക്ക, ചെമ്മീൻ എന്നിവ ഇട്ട് വെച്ച ഒരു കറിയാണ്. അല്പം തേങ്ങായി വരച്ചിട്ട് സൂപ്പർ കറിയാണ് കേട്ടോ. നമ്മുടെ നാടൻ കറിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഉണ്ടായ സാധനങ്ങളൊക്കെ വെച്ച് ഉപയോഗിച്ച് ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ റെസിപ്പിയും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. സമയം കിട്ടുമ്പോഴൊക്കെ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. മഴയല്ലേ. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ഞാൻ നന്ദി പറയുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ ഇനിയും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും സ്നേഹത്തോടെ ബായ്.